സാമ്പാർ പൊടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ അരി ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെക്കുന്ന അരി, ഏത് അരി ആയാലും കുഴപ്പമില്ല, പച്ചരിയല്ല, അല്ലാതെ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അളവൊന്നും ഞാൻ പറയില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അരി എടുത്തിട്ടുണ്ട്, അരി ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയല്ല, മുളക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് കടലപ്പരിപ്പ്, ജീരകം, ഉലുവ, മല്ലി, ഉഴുന്ന്, ഇത്രയും സാധനമാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. അതുപോലെ ഒരു കായം, ഇത്ര ഒരു കായം, പീസ് കായം കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകാൻ വെച്ചാണ്, ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മല്ലി, കടലപ്പരിപ്പ്, ഉഴുന്ന്, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഉലുവ കേട്ടോ, ഇത്രയാണ്. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇതുപോലെ വറുത്തെടുക്കണേ. കറിവേപ്പിലയും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു കുപ്പി